ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു നിവ വ്ളോഗ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെ വ്ളോഗ് ചാനൽ ഒന്നും കൂടി ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുകയാണ്. പല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കാട്ടോ വ്ളോഗ് ചാനലിലെ വ്ളോഗുകൾ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് തിരക്കടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയമായതുകൊണ്ടാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ മറ്റ് പാക്കിംഗ് സെക്ഷൻസും വീഡിയോ എടുക്കലും ഇതൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ്. അപ്പോൾ നമ്മുടെ ഈവനിങ് സമയമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഈവനിങ് സമയത്ത് കുറച്ച് സമയം നമ്മൾ നിവാക്കുട്ടനെ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കളിക്കാനായിട്ട് വിടാറുണ്ട്. ചില ദിവസങ്ങളിൽ കേട്ടോ അവൾ വീട്ടിലിരുന്ന് ബോറടിക്കുന്ന സമയം നമ്മളിങ്ങനെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമുക്കൊരു മാങ്ങാപ്പഴമൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ അടുത്ത വീട്ടിൽ നമ്മൾ കുറച്ച് മുട്ടയൊക്കെ വാങ്ങി. ഇവിടെ തൊട്ടടുത്ത വീട്ടിൽ കോഴിയൊക്കെ ഉണ്ട്, അപ്പോൾ നമുക്ക് നാടൻ മുട്ടയും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ മുട്ട വാങ്ങി നമ്മളത് ഫ്രിഡ്ജിലേക്ക് ആക്കുകയാണ്. കളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നിവാക്കുട്ടൻ ആകെ ടയേർഡായി. അപ്പോൾ അവൾക്ക് നമുക്കൊരു മാങ്ങ തോന്നിയെങ്കിൽ മാത്രമേ അല്ലാതെ കഴിക്കാറുള്ളൂ. പക്ഷെ ഇഷ്ടമാണ്, ഇടയ്ക്കൊക്കെയാണ് കഴിക്കാറുള്ളൂ. ഇപ്പം ഞാൻ നേരെ കൊടുത്തപ്പോൾ മാങ്ങ കഴിക്കുന്നുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ജ്യൂസ് ആക്കി കൊടുക്കാമെന്ന്. അതാകുമ്പോൾ അവൾ കുടിച്ചോളും. ജ്യൂസൊക്കെ ആണെങ്കിൽ എപ്പോഴും അവൾക്ക് ഇഷ്ടമാണ്, കുടിക്കുന്ന കാര്യങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടമാണ്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഓർത്തത് ഫ്രിഡ്ജിൽ മീൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നേരെ ഇടിപടിയിൽ മീൻ വറുക്കാനായിട്ട് പൊടികളൊക്കെ തിരുമ്മി പടപടാന്നത് വറുക്കാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ ഫിഷ് മസാലയും ഉപ്പും മുളക് പൊടിയും എല്ലാം കൂടെ ഇട്ട് നിവാക്കുട്ടൻ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. എല്ലാ പൊടികളും ഇങ്ങനെ ഇട്ട് തരാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ സമയത്ത് അവളും അങ്ങനെ ആക്റ്റീവായിട്ട് ഇരുന്നോളൂല്ലോ. അപ്പം അങ്ങനെ മീൻ വറുക്കാൻ വെച്ചപ്പോഴേക്കുമാണ് അവളുടെ റെൻസ് പാപ്പ വന്നത്. പിന്നെ നമ്മൾ കുറച്ച് സമയം അങ്ങനെ സ്പെൻഡ് ചെയ്തു. അപ്പം അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ഡിന്നർ കഴിക്കുകയാണ്. ചോറും അതുപോലെ മീൻ വറുത്തതും തൈരും സോയാബീളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ ഡിന്നറിൻ്റെ സ്പെഷ്യൽ.